നല്ലത് ചെയ്യാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നല്ലത് ചെയ്യാൻ അല്ലാത്തത് ഒരാളായാലും നല്ലതല്ല സംഭവിക്കുന്നത് ഒരാളാണ്. പക്ഷെ നല്ലത് ചെയ്യാൻ എല്ലാവരും ഒരുമിച്ച് നിന്നാലും നമുക്ക് ആനകളെ ഇഷ്ടംപോലെ എഴുന്നേൽക്കാനാവും. 2 ആന കിടക്കാതെ 4 ആന കിടക്കാതെ പറ്റും. ഒരുമയുണ്ടെങ്കിൽ ഒലക്കടയിൽ കിടക്കാതെ ഉറക്കി വയ്ക്കില്ലേ, അത് ആ ഒരുമയുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. അതാണ് നിയന്ത്രണം. ആ ബന്ധവസ്ഥ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ശ്രമിക്കാം. മയക്കൂടി വെച്ച് ആന ഓടി വീട്ടില്ല. ഞാനീ പറഞ്ഞതൊക്കെ ആന ഓടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ആന വന്നപ്പോൾ നിയന്ത്രിച്ച് നിർത്തി നമുക്ക് സന്തോഷമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഓർമ്മ വയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്കെല്ലാം സന്തോഷമായിട്ട് എഴുന്നേൽപ്പിടുന്നതാണ്. എനിക്ക് ഇത്രയും സമയം തന്നതിന്, ഇത്രയും എന്നെ സാധിച്ചതിന് നന്ദി. ഒറ്റ വാക്കുകൾ തീർത്തും പ്രസക്തമാണ്. പിന്നെ ആനയായിട്ട് ബന്ധപ്പെട്ടിരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സുണ്ട്. ആന ഉടമകളുണ്ട്, പാപ്പാമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ആന പുറത്തു കയറുന്നവരുണ്ട്, ആന ബ്രോക്കർമാരുണ്ട്, ആന പ്രേമികളുണ്ട്, ബോധ്യങ്ങളുണ്ട്, കുട്ടികളുണ്ട്. ഇവർക്ക് ഓരോ ആൾക്കും അവരുടേതായ ചുമതലകളുണ്ട്. ഉടമ മര്യാദ തന്നെ ആനയുടെ ബന്ധവത്തുണ്ടോ എന്ന് നോക്കാം. ശരിക്കും ബന്ധവത്ത് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് പാപ്പാനെ ശ്രദ്ധിക്കാം. ബന്ധവത്ത് ഉണ്ടോ എന്ന് ആന പുറത്ത് കയറുന്നതിന് മുമ്പ് ആനപ്പുറത്ത് ഇരിക്കുന്ന ആൾക്ക് നോക്കാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ചുമതലാബോധമുണ്ടെങ്കിൽ ആനയുടെ ശക്തമായ ബന്ധവത്തിലൂടെ ആന ഓടുന്നത് കുറക്കാമെന്നതാണ് സാർ അത്യധികമായി ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രബന്ധം അവതരിപ്പിച്ച സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായിട്ട് ആന ചികിത്സാ രംഗത്ത് ആയുർവേദത്തിൻ്റെ പങ്ക് വളരെ നിസ്തൂലമാണ്. അത്യായുർവേദത്തിൽ തന്നെ ഇത് വ്യക്തമാണ്. ആന ചികിത്സാ രംഗത്ത് കേരളത്തിലെ പ്രശസ്ത ആന ചികിത്സകനായ ശ്രീ ആവണപ്പറമ്പ് മധ്യശ്വരൻ ഒരുപാട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവരും ഉത്സവ മെമ്പർമാരും ആനോത്സവമാരും ഒക്കെ ആനയോടനുബന്ധിച്ച പ്രക്രിയയിലുള്ള എല്ലാവരും എൻ്റെ ആദ്യമായി വളരെ വിജ്ഞാനപ്രദമായ ഒരു ബന്ധമാണല്ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ആന ഉത്സവ കമ്മിറ്റിക്കാരും ആനക്കാരും ഞാൻ അവസാനം പറഞ്ഞ ഘടനയാണ്. ആനയുടെ ഉടമസ്ഥന്മാർ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പല ആളുകളും എഴുന്നേൽക്ക് വേണ്ട ആനയൊക്കെ കാര്യം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. അവർ ആനയെ സംരക്ഷിച്ച് അതിനെ ശരിയായ രീതിയിൽ നടത്താനുള്ള മാർഗം പണ്ട് കാലങ്ങളിൽ വളരെ വളരെ വ്യത്യാസമായിരുന്നു. ഇന്നത്തെയും അന്നത്തെയും ആനപ്പണിയും ആനകളോടുള്ള പ്രതിബദ്ധതയും അധികമായി. ഇന്ന് ഇതിന് പ്രധാന ഘടകം ആനക്കാരും ഉടമസ്ഥരും ആനയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഉണ്ടായാൽ ആനകൾക്ക് വളരെ 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 സുഖം കിട്ടുന്നുള്ള കാര്യമാണ് ആദ്യം ഞാൻ പറഞ്ഞത്. എന്നിട്ട് ആനയ്ക്ക് ഇപ്പോൾ മതം വരികയാണെന്ന് വെച്ചാൽ മതത്തിൻ്റെ സമയമാണ്. അതിനെ നിയന്ത്രിക്കണം, അതിനെ ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് ആനക്കാരന് മനസ്സിലാവണം, ഉടമസ്ഥന് മനസ്സിലാവണം. അങ്ങനത്തെ സമയത്ത് ആനയെ കെട്ടിയിട്ട് ശരിയായ രീതിയിൽ മതം ഒഴിക്കാൻ അനുവദിച്ചു കൊടുക്കുകയാണ് പ്രധാനപ്പെട്ടത്. ഈ മതം സാധാരണ വരുന്നതിന് മുമ്പ് കൂട്ടിയിട്ട് ആനകൾ ചില ലക്ഷണങ്ങൾ കാണിക്കും. അത് കണ്ടു മനസ്സിലാക്കാതാണ്. ഇതിന് ഓരോ ആനയ്ക്കും ഓരോ തരത്തിലാണ് സ്വഭാവ വ്യത്യാസങ്ങൾ വരുന്നത്. ഇത് ഡോക്ടർ ജേക്കബ് ചീരൻ വളരെ വിശദമായിട്ട് ആനകളുടെ സൈക്കോളജിയെ പറ്റി പറഞ്ഞു. അത് വളരെ ശരിയാണ്. ഓരോ ജന്തുവിനും അതിൻ്റേതായ ആനയ്ക്ക് നല്ല ബുദ്ധിയുണ്ട്. ആനയുടെ ബുദ്ധി വളരെ നല്ലതാണ്. ആന വളരെ ദിവസം കഴിഞ്ഞാലും ആനയാണ്, വളരെ കാലം കഴിഞ്ഞാലും
പെട്ടെന്ന് ഒരു ആനയെ അഴിച്ചു കൊണ്ട് നടക്കാൻ പോകുന്നു. പിന്നെ പുല്ല് പോലെ കക്കലിയില്ല ഒന്നുമില്ല കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ള സംഗതിയാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായത് ഊയത്തിന് ഒരു കൊല്ലം 10 കൊല്ലം മുമ്പെയാണ് ഞാൻ അവിടെ നിന്നപ്പോൾ ഏതോ ഒരു മില്ലിലാണ് അവിടെ ഇത് കൊണ്ടുവന്നത്. അതിനെ അവിടെ നിർത്തിയിട്ടല്ല നിൽക്കണം കണ്ടു. പുള്ളിയെ ആനയുണ്ട്, പുള്ളി ആനയുണ്ടെന്ന് ഏതൊക്കെ ആനകളുണ്ട്. ഞാനവിടെ ഉള്ളിലേക്ക് ഇത് ആനക്കാരനെ പറ്റി അവരെ പിടിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ നോക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് അവിടുത്തെ കാര്യസ്ഥനായിട്ടുള്ള അന്വേഷണം പറഞ്ഞു, ഇതിനെ മിനിഞ്ഞാന്ന് മരുന്ന് എത്തിക്കുകയുള്ളൂ, അതിനെയാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു. എന്നപ്പോൾ ആ രേഖയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആനയുടെ അടുത്തേക്ക് ആന കെട്ടിയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നള്ളിന് തന്നാലായി ആനയെ കൊണ്ടുവരിക, എല്ലാവരും വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ 4 ആനക്കാരും 4 പാപ്പാന്മാർ അവര് ആനയെ അഴിച്ച് എഴുന്നള്ളിപ്പിനെ കൊണ്ടുവരിക. അപ്പം നല്ല ബന്ധവശമുണ്ട്, വളരെ നല്ല ബന്ധവശമുണ്ട്. ആനയ്ക്ക് അനങ്ങാറില്ല, പിൻകാല് ഇടയേണ്ട മുൻകാലിലും ഇടയുണ്ട്, ഭൂമിതങ്ങളിലേക്ക് അത് കുടുക്കി വെച്ചിട്ടുണ്ട്. പുറത്തൊരാളിരിക്കുന്നുണ്ട്, താഴത്ത് 3 ആളുണ്ട്. പിന്നെ ചെണ്ടക്കോലിൽ അല്ല ചെണ്ടയിൽ കോഴി വെക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പറയുന്നത് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് കണ്ടാൽ പറ്റി യാത്രയ്ക്ക് സങ്കടമുണ്ട്. തൽപ്പര്യ ദിവസം നീരുന്ന അഴിച്ചാണ് പുതിയ ആനക്കാരൻ. ഞാൻ ചെന്നിട്ട് സ്വതേ ഞാൻ ആരോടും സൂചിപ്പിക്കാൻ എനിക്ക് അങ്ങനെ വശത്തിയാണ്. പക്ഷെ എനിക്ക് അസാധ്യമായിട്ട് ദേഷ്യമുണ്ട്. ഞാൻ ചാടി വരുന്നത് എന്താ കാണിക്കുന്നത്? നിങ്ങളെയാണ് ഇതുപോലെ ശിക്ഷിക്കുന്നത്, ആനയല്ല ശിക്ഷിക്കുന്നത്. മതം പരിപൂർണമായിട്ട് ഓടിയോ എന്നറിയാതെ ആനയുടെ മുമ്പിൽ നടന്ന് കക്ഷത്തിൽ പോലും വെച്ചിട്ട് നടന്നപ്പെടാനെന്ന് പറയാം. പട്ടിയാക്കി കൊണ്ടുപോകിയ വളരെ കാലം കൊണ്ട് നടന്നിട്ടൊരു പട്ടിയെ ആ പ്രശ്നം പിടിച്ചിട്ടില്ല. അതുപോലെയാണ് അവിടെ ധരിക്കാണ് ഈ ആനയുടെ മുമ്പിൽ ആനക്കാരൻ നടന്നത്. ആന കട്ടിയത് ആനയാണോ പറയുന്നത്, ആനക്കാരനെയാണോ പറയുന്നത്? ഞാൻ പറയുന്നത് അത് തെറ്റാണ്. ആ ആനയുടെ സ്വഭാവം അറിയാതെ, മതം മുഴുവനും പോയോന്നറിയാതെ ഭേദം കൊണ്ട് മാത്രം അവർക്ക് നിർത്താമെന്നുള്ള ഒരു ധാരണയിൽ കൂടി പെരുമാറിയത് അത് ആ ഓർമ്മസിനും അത് ഇങ്ങനെ വിടാൻ പാടില്ല, അത് അനുവദിക്കാൻ പാടില്ല. ആ ആന ചാടി മുമ്പിൽ നടക്കുന്ന ആളാണ്. ആനയുടെ കോട് പരിപൂർണമായിട്ട് നിന്നിട്ടില്ല. ഇത് ആനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പാപ്പാമാരെയാണ് കുറ്റം പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനെ ഇങ്ങനെ ഒരു ആനയെ വിട്ടായിരുന്നു ഉടമസ്ഥനെ കുറ്റം പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെയാണ് ഇതുപോലെ ശിക്ഷിക്കുന്നത്. ആന അതിൻ്റെ സ്വഭാവം അറിയാൻ കുറച്ച് ദിവസം പെട്ടെന്ന് ഞങ്ങൾ അയച്ചു നാളെ ഒപ്പാൻ പിടിക്കാമെന്ന് വിചാരിച്ചതിൻ്റെ അർത്ഥാണ്. ഇതൊക്കെ കാരണങ്ങളാണ്. ഇന്ന് അതിന് ഒരു വലിയ പണ്ടൊക്കെ ആനക്കാരെ രസമാണ്. പണ്ട് കൂടുതലായിട്ട് തോന്നുക ആന പ്രസിദ്ധമായിട്ട് പോയിട്ടുണ്ടാവും. അതിൻ്റെ ഗോപാലന്മാരെ 35 കൊല്ലാണ് ആണെങ്കിൽ ആ ആന ഒരു അർത്ഥം ചെയ്യില്ല. അവർ തമ്മിൽ അടുത്ത ഐക്യാണ്. അതുപോലെ കാക്കാൻ കുറിച്ച് ദേശത്തുണ്ടായിരുന്നു ആ രാമായണ എത്ര കാലം ആൾക്കാരെ കണ്ടിട്ടുള്ള ആളുകളുണ്ടാവും. പഴയ ആളുകൾ എത്ര കാലം ആ ആന അഴിയുള്ള കാലത്തോളം ഒരു വസ്തു ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഒരു ബന്ധം വേണം. ഇപ്പം നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണ്, പെട്ടെന്ന് നമുക്ക് അവരുടെ സ്വഭാവം ഒന്നും അറിയാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ആനയുടെ സ്വഭാവം അറിയില്ല. അപ്പം ആ ആനയുടെ സ്വഭാവം നല്ലവണ്ണം പഠിക്കുന്നത് വരെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൊണ്ടുവരണം. എന്നാലും ആനയാണ് ഈ പുള്ളി ഡോക്ടർ പറഞ്ഞ പോലെ ബന്ധവസ്ഥത്തോടെ എപ്പോഴാണ് അബദ്ധം പറ്റിക്കാൻ ശരിയ അത് മുൻഗാണ്. എന്നാലും ഒരു പരിധി വരെ അതിന് വളരെ സ്നേഹം അങ്ങോട്ട് കൊണ്ടുണ്ടാവും. ഈ ആനക്കാരുടെ പണ്ടൊക്കെ ആന കൊണ്ടുവരുമ്പോൾ അവർ കഴിവിക്കാൻ കയറിയാലും രക്ഷമുള്ള ആനകൾ
അവർ രാത്രി